ഉത്തർപ്രദേശിൽ നിർണായകമായ ഒരു നീക്കമാണ് യോഗി ആദിത്യനാഥ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയില്ല. നിലവിൽ കേരളത്തെ പോലെയല്ല ഉത്തർപ്രദേശിൽ ആ പദ്ധതി. ഉത്തർപ്രദേശിൽ ഇപ്പോൾ ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായി തന്നെ ഒരു വൻ വിജയത്തിലേക്ക് ആ പദ്ധതി എത്തിക്കൊണ്ട് നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് ആ പദ്ധതിയിൽ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനുള്ള അനുവാദവും കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശ് സർക്കാർ സ്മാർട്ട് മീറ്റർ സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൽ ഉപഭോക്താക്കൾക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് യോഗി ആദിത്യനാഥ് എടുത്തിട്ടുള്ളത്. നിലവിൽ ഉപഭോക്താവിന് മൊബൈൽ ഫോൺ വഴി തന്നെ കറണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ സാധാരണഗതിയിലൊക്കെ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് തന്നെ മീറ്ററിന്റെ ബില്ല് വരുന്നത്. അത് ഒഴിവാക്കി ആവശ്യാനുസരണം ഉപഭോക്താവിന് അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ചാർജ് ചെയ്ത് കറണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പദ്ധതിയാണ് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. ആവശ്യാനുസരണം അതിൽ ചാർജ് ചെയ്യുകയും ചെയ്യാം. നിലവിൽ ചർച്ചകൾക്ക് ശേഷം വൈദ്യുതി ബില്ലിലെ ബാലൻസ് നെഗറ്റീവ് ആയാലും അടുത്ത 30 ദിവസത്തേക്ക് കണക്ഷൻ വിച്ഛേദിക്കില്ല എന്നാണ് ഉത്തർപ്രദേശ് ഊർജ്ജ മന്ത്രി അരവിന്ദ് കുമാർ ശർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഠിനമായ ഉഷ്ണതരംഗവും സ്മാർട്ട് മീറ്റർ മാറ്റങ്ങളും കണക്കിലെടുത്താണ് ഈ സുപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച ലക്നൌവിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷമാണ് UP സർക്കാർ ഈ ഒരു നിർണായകമായ ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും 3 മുതൽ 15 ദിവസം വരെയാണ് ഇത്തരത്തിൽ ഗ്രേസ് പീരീഡായി നൽകി വരുന്നത്. എന്നാൽ അടുത്ത ചൂട് പരിഗണിച്ച് ഉപഭോക്താക്കൾക്ക് 30% അധിക സമയം നൽകാനാണ് ഇപ്പോൾ UP സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 1 കിലോവാട്ട് വരെ ലോഡുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത്. ഇവരുടെ സ്മാർട്ട് മീറ്ററിലെ ബാലൻസ് തീർന്നാലും 1 മാസം വരെ വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 കിലോവാട്ട് വരെയുള്ള ലോഡുകൾക്ക് 200 രൂപ വരെ നെഗറ്റീവ് ബാലൻസ് ആയാലും കണക്ഷൻ വിച്ഛേദിക്കില്ല എന്നാണ് UP സർക്കാർ ഇപ്പോൾ പറയുന്നത്. കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾക്ക് 5 ഘട്ടങ്ങളിലായി SMS അലർട്ടുകൾ നൽകുമെന്നും ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പാവപ്പെട്ടവർക്ക് അധിക സമയം ഉൾപ്പെടെ നൽകുമെന്നതാണ് വ്യക്തമാകുന്നത്. അതായത് ഉത്തർപ്രദേശിൽ പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വീട്ടുകളിൽ സ്മാർട്ട് മീറ്റർ സംവിധാനമുണ്ട്. എന്നാൽ പണക്കാർക്ക് അതായത് അന്നന്ന് പണക്കാർക്ക് ഈ സ്മാർട്ട് മീറ്റർ ചാർജ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ പാവപ്പെട്ടവർ അതായത് അന്നന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഈ കൂലി വേലയൊക്കെ ചെയ്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സ്മാർട്ട് മീറ്ററിൽ റീചാർജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ അവർ ചാർജ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1-2 ദിവസം ഒന്നും കണക്ഷൻ അത് കഴിഞ്ഞ ഉടനെ വിച്ഛേദിക്കില്ല എന്നും അവർക്ക് അതിനുള്ള ഒരു സമയം തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പാവപ്പെട്ടവരുടെ വീട്ടിലും അവർക്കും ഒരു പ്രാധാന്യം കൊടുക്കണം, അവരെയും നമ്മൾ മുൻഗണനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് എന്ന ഒരു നിർണായകമായ തീരുമാനമാണ് UP സർക്കാർ ഇപ്പോൾ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു വിച്ഛേദിക്കുന്ന ഒരു നടപടികളിലേക്ക് അതായത് കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്നാണ് UP വൈദ്യുതി മന്ത്രി പറയുന്നത്. കാരണം കൂടാതെ ഏറ്റവും വലിയ ഒരു കാര്യമായി UP സർക്കാർ ഇതിൽ പറയുന്നത് മാനുഷികമായ പരിഗണന എന്നാണ്. അതായത് സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഒരു സംസ്ഥാനത്ത് ഇരുന്ന് ഭരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുക, ആ ബുദ്ധിമുട്ടിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക, ജനങ്ങൾക്ക് കൂടെ നിന്ന് സഹായിക്കുക, അതാവണം ഒരു സർക്കാർ, അതാണ് ഒരു ഗവൺമെന്റ് എന്ന ഒരു ഉത്തമമായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ബോധം അതാണ് UP സർക്കാർ അതായത് യോഗി ആദിത്യനാഥ് എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾക്ക് നൽകുന്നത്. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും അതിന് സർക്കാർ അവരോടൊപ്പം അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന ഒരു വ്യക്തമായ ഒരു സന്ദേശം. അതായത് ജനങ്ങളുടെ ബലം സർക്കാർ എന്ന രീതിയിലേക്കാണ് UP സർക്കാർ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വേനൽ ചൂട് ആ ഒരു സമയത്ത് ജനങ്ങളിപ്പോൾ വിയർത്ത് ഒലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ജനങ്ങൾക്കൊരു 30 ദിവസം അതായത് 1 മാസത്തെ സമയം, 1 മാസം കൂടുതൽ സമയം തന്നെ നൽകും. അവരടച്ചില്ലെങ്കിൽ പോലും വൈദ്യുതി കട്ട് ചെയ്യില്ല, അതായത് വൈദ്യുതി വിച്ഛേദിക്കില്ല എന്ന ഒരു ചരിത്രപരമായ ഒരു തീരുമാനം, അതൊരു നിർണായകപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്.